നിന്റെ വിവാഹം ഇതുപോലെയാണെങ്കിൽ നീ 10 പെറ്റാലും നിന്റെ മക്കൾ നിനക്ക് പ്രയോജനം ചെയ്യൂല. കാരണം എന്തെന്നറിയുമോ? പടച്ചവനെ, നീ വെച്ചു കൊടുത്ത ബിരിയാണിയും തിന്നിട്ട് കല്യാണത്തിന് പങ്കെടുത്തിട്ട് പോകുന്നവർ മുഴുവനും നിന്നെ ശപിച്ചിട്ടാ പോകുന്നത്. നിന്നെ കുറിച്ചൊരു നല്ല വാക്ക് പോലും പറയാറില്ലല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, വിഭാഗത്തിന്റെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പച്ച വ്യഭിചാരം എന്തെന്നറിയുമോ? അതിന് വാപ്പയും അനുവാദം കൊടുക്കും, ഉമ്മയും അനുവാദം കൊടുക്കും, കൂടപ്പിറപ്പും അനുവാദം കൊടുക്കും. എന്തിന് കെട്ടിയ ഭർത്താവ് പോലും വ്യഭിചരിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഒരു സമയമുണ്ട്. ഏതാ സമയമെന്നറിയുമോ? പടച്ചവര്, ഓഡിറ്റോറിയത്തിൽ താലി കെട്ടി കഴിഞ്ഞ പിന്നെ വല്ലാത്ത ഒരു കാഴ്ചയാ. പിന്നെ സെൽഫി എടുക്കാറുള്ള സമയമാ. അല്ലാഹുവേ, മഹർ കൊടുത്ത് വിവാഹം കഴിച്ചവൻ പോലും തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ശരീരത്തെ തൊട്ടിട്ടില്ല. അവനാണെങ്കിൽ കൂട്ടുകാരെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ വിളിക്കുകയാ. എന്നിട്ട് അല്ലാഹുവേ, കെട്ടിയ പെണ്ണിനെ പിടിച്ച് കണ്ടവന്മാരുടെ നടുക്ക് നിർത്തിയിട്ട് സെൽഫി എടുക്കാൻ നിർത്തിക്കൊടുക്കുന്ന ചെറുപ്പക്കാരാ, പറമോനെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ, 18 കൊല്ലം അല്ലാഹുവിനെ പേടിച്ച് വ്യഭിചരിക്കാതെ നടന്ന പ്രിയപ്പെട്ട പൊന്നുപോൾ കല്യാണത്തിന്റെ ദിവസം കണ്ടവന്റെ ശരീരത്തോട് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാൻ അനുവദിക്കുന്ന പെണ്ണ്, നീ രക്ഷപ്പെടുവോ പൊന്നുമോള്? നിനക്ക് നല്ല മക്കള് പിറക്കുവോ പൊന്നുമോള്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മണവാട്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുവോ? എടാ, കെട്ടുന്ന പെണ്ണെങ്ങനെയായിരിക്കണമെന്നറിയുവോ? ഒരു മണവാട്ടിയെ ഞാൻ പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ മഹ്ദി ഫാത്തിമ, സ്വർഗത്തിന്റെ റാണിയായ ഫാത്തിമ, പടച്ചവനെ, വിവാഹം കഴിഞ്ഞു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലിയാർ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല മണിയറക്കകത്തേക്ക് കടന്നു വരികയാ. അതാ തന്റെ മണിയറക്കകത്തേക്ക് കടന്നു കഴിയുമ്പോ അലിയാർ തങ്ങൾ വാതിലടക്കുകയാണ്. വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കുണ്ടല്ലോ, അത് പെട്ടെന്നങ്ങ് അണയ്ക്കുകയാ. വീടിനകത്ത് മണിയറക്കകത്ത് വല്ലാത്ത ഇരുള് വരികയാണ്. അല്പം സമയം കഴിയുമ്പോ വസമിഅനാ സൗതൻ ഹനീനാ, ഒരു തേങ്ങിക്കരച്ചിൽ കേൾക്കുകയോ. മണിയറക്കകത്ത് വല്ലാത്ത ഒരു കരച്ചിൽ കേൾക്കുകയോ. അലിയാർ തങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോ കരയുന്നത് ആരെന്നറിയുമോ? അലിയാർ തങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോ കരയുന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല മണിയറക്കകത്തിരുന്ന് ഇങ്ങനെ കരയുകയാണ്. അലിയാർ തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, എന്തിനാ കരയുന്നത്? നിനക്കെന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? വീടിന്റെ കവാടത്തിൽ എത്രയോ കോടീശ്വരന്മാര് വന്ന് കാത്തു നിന്നല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ? അലിയാർ തങ്ങൾ ചോദിക്കേണ്ട താമസമുണ്ടല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല തന്റെ കൈയെടുത്ത് അലിയാർ തങ്ങളുടെ വാപത്തി പിടിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു, അലിയേ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ അലിയേ? എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ അലിയേ. അലിയാർ തങ്ങൾ ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? അലിയാർ തങ്ങളെ, ഇന്നെന്റെ ജീവിതത്തിന്റെ 1ാമത്തെ രാത്രിയാണല്ലോ, ഇന്നെന്റെ ആദിരാത്രിയാണല്ലോ, ഇന്ന് നമ്മൾ ജീവിതം തുടങ്ങുകയാണല്ലോ. ഈ മണിയറക്കകത്തേക്ക് കടന്നു വന്നപ്പോ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കങ്ങ് അണച്ചു കളഞ്ഞപ്പോ ഈ റൂമിനകത്ത് വല്ലാത്ത ഇരുള് വന്നപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ അലിയേ?
നമ്മൾ രണ്ടുപേരും പിരിയുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഒരാള് ഒരാള് ഭൂമിയുടെ മുകളില്, ഒരാള് 6 അടി മണ്ണിനകത്ത്. നമ്മൾ രണ്ടുപേരിലും ഒരാള് മരിക്കുന്ന ദിവസമുണ്ടല്ലോ. ഒരാള് മുകളിലും ഒരാള് താഴെയും. അല്ലാഹുവേ, എന്നെ കൊണ്ടുപോയി 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ അതിനകത്ത് വല്ലാത്ത ഇരുളാണല്ലോ അലിയേ. അതിനകത്ത് പ്രകാശമില്ലല്ലോ അലിയേ. എനിക്ക് ഖബറോർമ്മ വന്നു അലിയേ. വിവാഹത്തിന്റെ 1-ാമത്തെ രാത്രി അല്ലാഹുവേ സന്തോഷത്തോടെ കയറി വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് മണവാട്ടി പറഞ്ഞു കൊടുക്കുകയാ, എനിക്ക് ഖബറോർമ്മ വന്നു അലിയേ. അലിയേ, മണ്ണറയാണ് അലിയേ മണിയറയാക്കേണ്ടത്. അലിയേ, മണ്ണറയാണ് മണിയറയാക്കേണ്ടത്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. അലിയേ ഇതല്ല, അലിയേ ഇതല്ല, മണ്ണറയാണ് മണിയറയാക്കേണ്ടത്, മണ്ണറയാണ് മറിയറയാക്കേണ്ടത്. അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഖബറിനെ കുറിച്ച്, ഖബറിന്റെ ഇരുളിനെ കുറിച്ച്, ഖബറിന്റെ കെട്ടിപ്പിടുത്തത്തെ കുറിച്ച്, ഖബറിന്റെ വിശാലതയെ കുറിച്ച് അല്ലാഹുവേ പാതിരാത്രി മണിയിലേക്ക് കയറി വന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുന്ന ഭാര്യ. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ആ മണവാട്ടി പറഞ്ഞു, അലിയേ, അലിയേ, നമ്മുടെ മണ്ണറ മണിയറയാകണ്ട്, സ്വർണത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങണ്ട് അലിയേ. സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഖബറാകണ്ട് അലിയേ. കാലിന്റെ ഭാഗത്ത് സ്വർഗം തുറന്നു തരുന്ന ഖബറാകണ്ട് അലിയേ. ഉമ്മ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ഖബറ് നമ്മളെ കെട്ടിപ്പിടിക്കണ്ട് അലിയേ. എന്നിട്ട് ഖബറിനകത്ത് വന്ന മലക്കുകൾ പുതുമണവാളം ഉറങ്ങുന്നത് പോലെ നീ ഉറങ്ങിക്കോ എന്ന് പറയുന്നത് കേൾക്കണ്ട് അലിയേ. ഇന്ന് നമുക്ക് നിസ്കരിക്കാം അലിയേ. ഇന്ന് നമുക്ക് ഖുർആൻ ഓതാം അലിയേ. ഇന്ന് നമുക്ക് റബ്ബിന്റെ മുന്നിലേക്ക് 2 കൈയും ഉയർത്തിയിട്ട് കരയാം അലിയേ എന്ന് പറഞ്ഞു കൊടുത്ത ഒരു മണവാട്ടി. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മണിയറക്കകത്തേക്ക് കടന്നു ചെന്നപ്പോ നീ കെട്ടിയ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ അല്ലാഹുവേ ചോദിച്ചിട്ടുണ്ടോ, ഇക്കായിന്ന് നിസ്കരിച്ചിട്ടുണ്ടോ? ഇന്നേതെങ്കിലും ഒരു വഖത്ത് നിസ്കാരം കളയാക്കിയിട്ടാണോ മണിയറയിലേക്ക് കടന്നു വന്നത്? ഏതെങ്കിലും ഒരു പെണ്ണ് ചോദിക്കാറുണ്ടോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, കൊതിക്കണമടാ പൊന്നൂര്. ഓഡിറ്റോറിയത്തിൽ കണ്ടവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ പുറകിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, മരിക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് പറയുന്നു, അലിയാർ തങ്ങളെ, ഞാൻ മരിച്ചുപോയാ എന്നെ പകല് കൊണ്ടുപോയി ഖബറടക്കല്ലോ അലിയേ. എന്നെ രാത്രിയിലെ കൊണ്ടുപോയി ഖബറടക്കാവൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് തന്റെ ഭർത്താവിനോട് പറയുകയാ, എന്നെ രാത്രിയിലെ ഖബറടക്കാവൂ, പകല് ഖബറടക്കല്ലോ അലിയേ. അലിയാർ തങ്ങൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്തേ ഫാത്തിമ, എന്തേ ഫാത്തിമ? അവിടെന്ന് പറയുന്നു, എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. എന്നെ പകലാട് ഖബറടക്കാൻ കൊണ്ടുപോകുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് ഖബറിൽ ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരാകുമല്ലോ അലിയേ. എന്റെ മയ്യത്തിങ്ങനെ ചുമന്നു കൊണ്ടുപോകുമ്പോ എന്റെ ശരീരത്തിന്റെ വടിവര് കാണുമല്ലോ അലിയേ. ഈ
ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാനാ എന്റെ പ്രിയമുള്ള പെങ്ങളെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കണ്ടവന്റെ കൂടെ നിന്ന് ഫോട്ടോയെടുക്കാൻ നിന്നെ കെട്ടിയവനെ പറഞ്ഞാൽ അനുസരിക്കല്ലേ പെങ്ങള്, അനുസരിക്കല്ലേ പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, പണക്കൊടുപ്പ് കാണിക്കുന്നവരോട്, അഹങ്കാരം കാണിക്കുന്നവരോട്, അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോളുടെ മരണം എങ്ങനെയെന്നറിയുവോ? മരിക്കുന്ന സമയമുണ്ടല്ലോ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിയിൽ കിടന്നിട്ട് ഫാത്തിമ കരന്നുകൊണ്ട് പറയുന്നു, അലിയാരെ തങ്ങള് പോവുകയാ അലിയേ, പോവുകയാ അലിയേ, എനിക്കൊന്ന് പൊരുത്തം തരുമോ അലിയേ? എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെടണേ എന്ന് തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അലിയാര് തങ്ങളുടെ വാദ, അലിയാര് തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാ പൊത്തിപ്പിടിച്ചിട്ട് അങ്ങനെ പറയല്ലേ ഫാത്തിമ, എനിക്കത് താങ്ങാൻ കഴിയുന്നില്ല ഫാത്തിമ. ഇവരുടെ ജീവിതം എങ്ങനെയെന്നറിയുമോ? അവർക്ക് പണമില്ലായിരുന്നു, അവർക്ക് വാഹനങ്ങളില്ലായിരുന്നു, അവർക്ക് കൊട്ടാരം പോലെയുള്ള വീടില്ലായിരുന്നു, ഒരു നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാറില്ലാത്ത കുടുംബമായിരുന്നു. അവരുടെ ചരിത്രം വായിക്കണമോ? അള്ളാന്റെ റസൂൽ ഒരു ദിവസം തന്റെ പൊന്നുമോളുടെ വീടിന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ ഫാത്തിമ ബീവിയുടെ വീടിനകത്ത് വല്ലാത്ത കരച്ചിൽ കേൾക്കുകയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരും വീടിനകത്ത് കിടന്ന് കരയുകയാ. അള്ളാന്റെ റസൂൽ വിളിച്ചു പറഞ്ഞു, ഫാത്തിമ മക്കള് കരയുന്നു മോളെ, പാല് കൊടുക്ക് ഫാത്തിമ. അള്ളാന്റെ റസൂല് പള്ളിയിലേക്ക് കടന്നു ചെന്നു. നമസ്കരിക്കുന്ന സമയത്ത് മുഴുവനും കുഞ്ഞുങ്ങളുടെ കരച്ചിലാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ള വിളിച്ചു പറഞ്ഞു, പാല് കൊടുക്കുമോളെ. രണ്ടാമതും പറഞ്ഞു, മൂന്നാമതും പറഞ്ഞു. എന്നിട്ടും തന്റെ പൊന്നാര മക്കളുടെ കരച്ചിൽ കേട്ടിട്ട് റസൂലുള്ളാഹിന് വല്ലാത്ത ദേഷ്യം വന്നു. വീട്ടിലേക്ക് ഇറങ്ങി ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഒരുപാട് വഴക്ക് പറയുകയാ. കരുണയില്ലേ ഫാത്തിമ, നിന്റെ ഹൃദയം കല്ലായി പോയോ? ഈ മക്കള് രണ്ടുപേരും വിശന്ന് വിശന്ന് കരയുമ്പോ നിനക്കൊന്ന് ഭക്ഷണം കൊടുക്കാനൊന്ന് പാല് കൊടുക്കാ നിനക്ക് മനസ്സില്ലാതെ പോയോ ഫാത്തിമ? അള്ളാന്റെ റസൂല് തന്റെ പൊന്നുമോളെ വഴക്ക് പറയുമ്പോ ഫാത്തിമയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം വഴക്ക് പറയുന്നത് വാപ്പയാ. ആ ഫാത്തിമ ബീവിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. മുഖം പൊത്തി പിടിച്ചിട്ടിരുന്ന് കരയുകയാ. റസൂലുള്ളാഹിനെ സഹിച്ചില്ല. തന്റെ കരളിന്റെ കഷ്ടമാണല്ലോ. അള്ളാന്റെ റസൂല് ഫാത്തിമ ബീവിയുടെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട്, ഫാത്തിമ, ഉപ്പാന്റെ പൊന്നുമോളും കരയുന്നത്, എന്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുകൊണ്ട് പറയുന്ന, ഉപ്പാ ഭക്ഷണം കണ്ടിട്ട് എത്രയോ നാളുകളായി, ഭക്ഷണം കഴിച്ചിട്ട് എത്രയോ നാളുകളായി. എന്റെ ഭർത്താവും ഞങ്ങളും പടച്ചിറപ്പേ കാരക്കയും വെള്ളവും കുടിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. ഞങ്ങളെ നോമ്പാവാ. എന്റെ മക്കള് രണ്ടുപേരും വിശന്ന് വിശന്ന് കടന്ന് കരഞ്ഞപ്പോ അവര് പാല് കൊടുക്കുന്നതിന് വേണ്ടി, അവർക്ക് പാല് കൊടുക്കുന്നതിന് വേണ്ടി എന്റെ മാറിടമെടുത്ത് എന്റെ മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുത്തപ്പോ അവര് പാല് ചുരത്തിയപ്പോ എന്റെ മാറിടത്തിലൂടെ എന്റെ പാല് പറ്റിയിട്ട് രക്തം വരുന്നു. വാപ്പാ, അള്ളാന്റെ റസൂലിന്റെ കണ്ണങ്ങ് നിറഞ്ഞു പോവുകയാ. കാരണം പട്ടിണി കിടന്നിട്ട് തന്റെ പൊന്നുമോളുടെ മാറിടത്തിലൂടെ രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് വാപ്പയ്ക്കാ താങ്ങാ കഴിയാ? അള്ളാന്റെ റസൂലിന്റെ കണ്ണങ്ങ് നിറഞ്ഞിട്ട്
പറഞ്ഞിട്ട് താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിക്കുകയാ. എന്ത് ചെയ്യണമെന്നറിയില്ല. അള്ളാന്റെ റസൂലും ഉണ്ടാതെ ഇറങ്ങുകയാണ്. വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് പടുത്തു കിടക്കുന്ന മലരാരണ്യത്തിലൂടെ ലോകത്തിന്റെ നേതാവ് നടക്കുകയാ. അവസാനം ഒരുപാട് നടന്നു. ഒരു യഹൂദിയുടെ ഈന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അള്ളാന്റെ റസൂല് ചോദിക്കുകയാ, മനുഷ്യ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുവോ? ആ മനുഷ്യനറിയില്ല ഇത് റസൂലുള്ളയാണെന്ന്. അള്ളാന്റെ റസൂല് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുവോ? ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ ഈ കാണുന്ന ഈന്തപ്പന നിറങ്ങളുണ്ടല്ലോ, വെള്ളം കോരിയിട്ട് നനച്ചാൽ ഒരു തൊട്ടി വെള്ളത്തിന് പകരം 3 കാരക്കന കൂലി തരാമെന്ന് പറയുമ്പോ ഈ ലോകത്തിന്റെ നേതാവ് തൊട്ടിയും കയറുമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് ചെന്നിട്ട് വെള്ളം കോരുകയാ. ഓരോ മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്നൊഴിക്കുകയാണ്. 3 തൊട്ടി വെള്ളം കോരി 4ാമത് വെള്ളം കോരുന്നതിന് വേണ്ടി തൊട്ടിയെടുത്ത് കിണറ്റിലേക്ക് ഇടുമ്പോ സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് തൊട്ടി കിണറ്റിലേക്ക് വീണു പോവുകയാണ്. യഹൂദിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അള്ളാന്റെ റസൂലിനെ തല്ലുകയാ. ലോകത്തിന്റെ നേതാവിന്റെ മുഖത്തടിക്കുകയാ. പ്രവാചകനൊന്നും മിണ്ടിയില്ല. കാരണം ഫാത്തിമയുടെ മുഖമാണ് ഓർമ്മ വരുന്നത്, ഹസൻ ഹുസൈൻ തങ്ങളെയാണ് ഓർമ്മ വരുന്നത്. അവസാനം കിണറ്റിനകത്ത് വീണ് പോയ തൊട്ടിയെടുത്ത് അള്ളാന്റെ റസൂല് യഹൂദിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ചോദിച്ച്, എന്റെ കൂലിയൊന്ന് തരുവോ? 3 തൊട്ടി വെള്ളം ഞാൻ കോരിയല്ലോ. യഹൂദി 9 കാരക്കയെടുത്ത് അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. റസൂലുള്ള ചിരിച്ചുകൊണ്ട് ഓടുകയാ. തന്നെ തല്ലിയവന്റെ മുഖത്ത് നോക്കിയിട്ട് അള്ളാന്റെ റസൂല് ചിരിക്കുകയാണ്. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് തളർന്നു കിടക്കുന്ന 2 പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കാരക്ക പൊളിച്ചു കൊടുക്കുകയാ. ആർത്തിയോടെ ഹസനും ഹുസൈനും കഴിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ബിരിയാണിയല്ല തിന്നുന്നത്, വയറ് നിറച്ച് ഭക്ഷണമല്ല കഴിക്കുന്നത്. ഒരു കാരക്കയുടെ വലിപ്പം എനിക്കും നിങ്ങൾക്കും അറിയാമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ വെച്ച് കൊടുക്കുന്നു. ഹസൻ ഹുസൈൻ തങ്ങളെ തിന്നുകയാണ്. അവരുടെ വയറിന്റെ ഉള്ളിലേക്ക് അല്പം ഭക്ഷണം ചെന്നു കഴിഞ്ഞപ്പോ അവര് രണ്ടുപേരും ഒന്ന് പുഞ്ചിരിക്കുകയാ. അള്ളാന്റെ റസൂലിന് സമാധാനമായി ബാക്കി വന്ന കാരക്കയെടുത്ത് പൊന്നാര മകളുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ആ വാപ്പ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ ചെറുപ്പക്കാരാ? അള്ളാന്റെ റസൂല് തന്റെ പൊന്നുമോളോട് അവിടെന്ന് പറഞ്ഞു, മോളെ ഫാത്തിമ, ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ ഫാത്തിമ. ആ പ്രിയപ്പെട്ട പൊന്നുമോളാട് മരിക്കുന്ന സമയം തന്റെ ഭർത്താവിന്റെ മടിയിൽ കിടന്നിട്ട് പൊരുത്തം ചോദിക്കുകയാ. ഏത് വാപ്പയുടെ മകളെന്നറിയോ? അള്ളാന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ, 18 വയസ്സുള്ള പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്നു. ആ ഭാര്യയുടെ നെഞ്ചത്ത് ഇങ്ങനെ ചാരിയിരുന്നിട്ട് വാപ്പ ലോകത്തോട് യാത്ര പറയുകയാ. ആ വാപ്പയുടെ പൊന്നുമോള് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിയിൽ കിടന്ന് പൊരുത്തം ചോദിച്ചിട്ട് പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പ്രായമുള്ള ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മോനെ, നല്ല മക്കള് വേണോടാ. നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കള് വേണോ? അല്ലാഹുവേ, നിന്റെ ഖബറിന്റെ ചാരത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുന്ന ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കള് നിനക്ക് വേണോ? ഒന്ന്, പെണ്ണ് കെട്ടുന്ന സമയത്ത് അവൾക്ക് ദീനുണ്ടോ എന്ന് നോക്കണേ മോനെ. 2, നിന്റെ വിവാഹം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പള്ളിക്കകത്ത് വെച്ച് നടത്തണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. എന്താ ബോറടിച്ചു തുടങ്ങിയ? 10:15 കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് എന്ത് നിർത്താറായ? 1.25 മണിക്കൂറായില്ലേ? 9 മണിക്കൂർ തുടങ്ങി. ഇൻഷാ അല്ലാഹ് 10:30 ആകാറായി. നിർത്താറായ? പറ മനുഷ്യന്മാരെ, നിർത്താറായ? ഞാൻ എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇവിടെ വരെ വന്നു. ഇനിയിപ്പോൾ രാത്രി അങ്ങ് തിരുവനന്തപുരം വരെ ഓടിക്കാൻ പോയി. ഇവിടെ കാണാൻ കിടന്നുറങ്ങിയിട്ട് രാവിലെ പോത്തേ ഉള്ളൂ. ഇപ്പൊ എന്ത് വേണം? കല്യാണം കഴിഞ്ഞ് നിൽക്കുകയല്ലേ, ഒന്ന് മണിയറയ്ക്കകത്ത് കയറണ്ടേ, എന്നിട്ട് പോകാം. കുറച്ചു നേരം കൂടി ഇരുന്നൂടെ?
ബാക്കിയും കൂടെ കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവക്കിക്ക്. പൊക്കിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ മുത്തല്ലിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പൈസയും ഞാൻ ചോദിക്കും. അപ്പോഴതുപോലെ ഒന്ന് പൊക്കിക്കോണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാതെ വാരി കൂട്ടി വെച്ചിട്ട് എന്ത് കിട്ടാനാ? നിന്റെ മക്കൾ നിന്നെ നോക്കൂ. വാരി സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് വെച്ചിട്ട് നിനക്കെന്നെ കിട്ടാനാ? നിന്റെ മക്കൾ മരിച്ചാൽ മയ്യത്ത് പോലും കുളിപ്പിക്കാൻ അറിയത്തില്ല. ഓന് വേണ്ടി കൊടുത്തിട്ട് എന്ത് കിട്ടാനാ? അറിയോ? കഷ്ടപ്പെട്ട് വീട്ടിൽ കുറെ എണ്ണത്തിനെ പോറ്റി വളർത്തുന്നില്ലേ? ഓന് നിന്റെ മയ്യത്തെങ്കിലും കുളിപ്പിക്കാൻ അറിയോ? പള്ളിയിൽ കൊണ്ട് നോക്കുമ്പോൾ ഉസ്താദ് നിസ്കരിക്കും, അവൻ പുറകെ നിന്ന് കൈയിട്ടു. അല്ലാതെ ഉസ്താദിനോട് പറയത്തില്ല ഞാൻ കെട്ടാൻ. അവൻ അറിയില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരിക്കണ മക്കളെ കാണത്തുള്ളൂ നിങ്ങളെയൊക്കെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ കല്യാണം കഴിഞ്ഞു, രണ്ടുപേരും മണിയറയ്ക്കകത്ത് കയറി. മണിയറയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ ചർച്ചയാണ്. ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ ചർച്ച ചെയ്യാ. പഴയ കെട്ടുകളൊക്കെ അഴിക്കും, പഴയ കെട്ടുകളൊക്കെ അഴിക്കും. എന്നിട്ട് ചോദിക്കും എത്ര മക്കൾ വേണം? കല്യാണം കഴിച്ച് മണിയറ കയറി ഇരുന്നതേ ഉള്ളൂ, അപ്പോഴേ മക്കളുടെ കാര്യം ചർച്ച ചെയ്യും. പക്ഷെ ഇന്ന് ഇതൊക്കെ പണ്ടത്തെ കാര്യം പറയണേ, ഇപ്പൊ ഇതൊന്നുമില്ല. ഇതൊക്കെ പണ്ടത്തെ കാര്യം. ഇപ്പൊ പിന്നെ കല്യാണ പയ്യനും പെണ്ണിനും ചോദിക്കാനൊന്നുമില്ല. കാരണം കല്യാണത്തിന്റെ മുമ്പേ എല്ലാം ചോദിച്ചു വെച്ചിരിക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെണ്ണ് വന്നു 18 കൊല്ലം 19 കൊല്ലം അള്ളാനെ പോറ്റി അള്ളാഹുവെ പേടിച്ച് വളർത്തൊരു പൊന്നുമോളെ. സ്കൂളിൽ പഠിക്കണ കാലത്തെങ്ങാനും വീട്ടിലൊരു മിസ് കോൾ വന്ന ഉമ്മ മകളെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കാരാ വിളിച്ചത് അല്ലേ? തന്റെ പ്രിയപ്പെട്ട 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +1 പഠിക്കുന്ന, +2 പഠിക്കുന്ന ഒരു പൊന്നുമൊക്കെ ഒരു മിസ് കോൾ വന്ന വാപ്പയും ഉമ്മയും ചോദിക്കും. പക്ഷെ ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് മോളെ കണ്ടു, ഇഷ്ടപ്പെട്ടു, കല്യാണം ഉറപ്പിച്ചൊന്നും ഇല്ല, ഒരു മോതിരം കയ്യിലിട്ടിട്ട് പോകും. ഒരു മോതിരവോ ഒരു മാലയോ അങ്ങനെ ഇട്ടിട്ട് പോകും. അവിടെ അങ്ങനെ ഉണ്ടല്ലോ, എന്താ പറയാ, വളയിടിയിൽ നടത്തി കഴിഞ്ഞാ പിന്നെ ഇവൻ ഫോൺ വിളിക്കുമ്പോ ഉമ്മ എടുത്തുകൊണ്ട് മോളുടെ കൈ കൊടുത്തിട്ട് പറയും ആ വിളിക്കുന്നത് വ്യഭിചരിച്ചോ. നിങ്ങൾ സ്വന്തം ചിന്തിക്ക്. കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല, ഒരുത്തം വന്ന് കണ്ടിട്ട് ഒരു 2 ഗ്രാമിന്റെ മോതിരം ഇട്ടിട്ട് പോയതേ ഉള്ളൂ. ഉമ്മ കൊണ്ട് കൊടുത്തിട്ട് പറയുന്ന മോളെ വിളിച്ചോ, അവൻ വിളിക്കുന്ന സുള്ളിക്കോ എത്ര വേണമെങ്കിലും അല്ലേ? പാപ്പ മിണ്ടൂല, ഉമ്മ മിണ്ടൂല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാപ്പ നിന്നെ അള്ള വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ ഒരിക്കലും രക്ഷപ്പെടുമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട. എന്തിനാ നീ ഇത് മാത്രം ചെയ്യണേ? നിന്റെ ബെഡ്റൂമും കൂടെ മൂക്കും അവനെ കൂടെ വിളിച്ചിട്ട് അങ്ങ് കൂടെ നിക്കാഹൊക്കെ പിന്നെ ഇത്രയും ചെയ്യാമെങ്കിൽ പിന്നെ അത് മാത്രം എന്തിനാ നിർത്തി വെക്കണേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് നിന്റെ ബെഡ്റൂമും കൂടെ മണിയറയും കൂടെ ഒരുക്കിയിട്ട് കയറ്റി രണ്ടിനെ വിട്. നിക്കാഹൊക്കെ പിന്നെ മക്കളായിട്ടായാലും നടത്തിയാൽ മതിയല്ലോ. ബാക്കിയൊക്കെ നിനക്ക് അനുവദനീയമല്ലേ? അള്ളാഹു നിന്നെയൊക്കെ വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നാളെ പടച്ചവന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവന് 3 വിഭാഗമാണ്. അള്ളാഹു കരുണ കാണിക്കില്ല, മുഖത്ത് നോക്കില്ല, ഒരു ദയയുടെ നോട്ടം പോലും കിട്ടാത്ത 3 വിഭാഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ പറയുമ്പോ ഇഷ്ടപ്പെടൂല, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ പറയും നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എന്നെ കൂടി പോയ തല്ലുമായിരിക്കില്ലേ? ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ എന്നെ തല്ലുമായിരിക്കും. മരിച്ചാ സ്വർഗം കിട്ടും. ഇത്തിരി നേരത്തെ പോയാൽ അത്രയും നല്ലത്. എന്തിനാ ഇങ്ങനെ ജീവിക്കണേ? ഉള്ള നേരത്തെ പോയ ഞങ്ങൾ ചായക്ക് ഇതായിരിക്കണം. ഉസ്താദ് എത്ര കൊല്ലം കണ്ടിരിക്കണ്? ഉസ്താദിന് എത്ര വയസ്സുണ്ട്? ഉസ്താദ് 60-70 കണ്ട 60 കഴിഞ്ഞു. എന്നെക്കാളും 30 വയസ്സ് കൂടുതലാണ്. ഞാനിപ്പം മരിച്ചാൽ 15 മുതൽ ഇങ്ങോട്ടുള്ളത് പറഞ്ഞാൽ മതി. ഉസ്താദ് എന്നെക്കാളും എത്ര കൊല്ലം കൂടുതൽ പറയേണ്ടി വരും? നിങ്ങൾ ചിന്തിക്ക്. എന്റെ മനുഷ്യന്മാരെ ഉള്ള നേരത്തെ പോയ അത്രയും നല്ലത്. ഷഹീദിന്റെ കൂലി കിട്ടും. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒക്കെ പറഞ്ഞു അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുമ്പോഴും വെറുതെ പോകരുത്, അന്തസ്സോടെ പോകണം. ജീവിക്കുമ്പോൾ മാത്രമല്ല അന്തസ്സോടുകൂടി ജീവിക്കേണ്ടത്, മരിക്കുമ്പോഴും അന്തസ്സുള്ളവനെ പോലെ മരിക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്തസ്സുള്ളവനെ പോലെ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഈ സദസ്സിരിക്കണ ആർക്കെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അറിയില്ലേ? അറിയാം. പിന്നെന്തിനാ മരിക്കാൻ കിടക്കണ മനുഷ്യൻ്റെ ഒക്കെ പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണത്? മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു കൊടുക്കണം. ഓൻ അറിയാഞ്ഞിട്ടാ, ഓർമ്മപ്പെടുത്താ. എന്റെ ചങ്ങായിമാരെ, മരിക്കുമ്പോൾ ആരെങ്കിലും പറഞ്ഞു തരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടിട്ടല്ല മരിക്കേണ്ടത്. ആരെങ്കിലും അടുത്തു വന്ന് നിന്ന് പറഞ്ഞു തരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ട് പറഞ്ഞിട്ടല്ല മരിക്കേണ്ടത്. മരിക്കുമ്പോ എങ്ങനെ മരിക്കണമെന്നറിയോ? നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിന്റെ നെറ്റിയിൽ ഷഹാദത്ത് കലിമ എഴുതി വെച്ചിട്ടുണ്ട്, അത് വായിച്ചിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതാ മരണം. അസ്റായിലിന്റെ നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഷഹാദത്ത് കലിമ അങ്ങോട്ട് വായിക്കണം, എന്നിട്ട് പോകണം. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഗ്രഹണ്ട അത് വായിച്ചിട്ട് പോകാൻ ആഗ്രഹണ്ടേ? കൈവക്കിട്ട് എന്താ പവർ! 3 കാര്യം ജീവിതത്തിൽ ചെയ്യും, നിനക്ക് അല്ലാഹു ആ ഭാഗ്യം തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. 3 കാര്യം
ജീവിതത്തിൽ ചെയ്യണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാർ. സമയമുണ്ടെ പറയാം, എൻ്റെ വിഷയമല്ല, സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, 3 വിഭാഗത്തോട് അള്ളാഹു കരുണ കാണിക്കില്ല. അതിൽപ്പെട്ട ഒരു വിഭാഗം തൻ്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടപ്പോ ആ തെറ്റിനെ നിസാരമായി കാണുന്ന വാപ്പ, നിന്നെ അള്ളാഹ് വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മോളെ, വിക്കാഹ് കഴിഞ്ഞിട്ടുള്ള വിളിയൊക്കെ മതി. നിന്റെ വാപ്പ എത്ര വിളിക്കാൻ തന്നിട്ടുണ്ട്? നിന്റെ വാപ്പ നിനക്ക് എത്ര വിളിക്കാൻ തന്നിട്ടുണ്ട്? കല്യാണത്തിന്റെ അന്നല്ലേ ഞാൻ മനുഷ്യനെ കണ്ടത്. ആ നല്ല വാപ്പയുടെ മകളായ നീ എന്താ ഇങ്ങനെ ആയിപ്പോയി? അപ്പച്ചി, നീ നിന്റെ ഭാര്യ അടുത്ത് എത്ര വിളിച്ചിട്ടുണ്ട്? ഉമ്മാനെ മണിയറയിൽ വെച്ച് കണ്ട എത്രയോ ചെറുപ്പക്കാരുണ്ടല്ലേ? ഇത്രയും നല്ല ജീവിതം നിനക്ക് അള്ളാഹു തന്നിട്ട് നിനക്ക് മക്കളെ കിട്ടിയപ്പോ നീ തലതിരിഞ്ഞു പോയല്ലോ. അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ 3, സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ 3. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, വെറുതെ കിട്ടില്ല. സ്വാലിഹായ സന്താനത്തിന് നിനക്ക് വെറുതെ കിട്ടില്ല. അതാ ഭാര്യയും ഭർത്താവും മണിയറക്കകത്ത് കയറിയിട്ട് പടച്ചവര് അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം പൂവണിയാ സമയങ്ങളായി. ആ സമയത്ത് അവർ ചെയ്യേണ്ട 3ാമത്തെ കാര്യം എന്തെന്നറിയുവോ? റബ്ബി ഹബിലി അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, പടച്ച റബ്ബിനോട് ദുആ ചെയ്യണമല്ലാ. ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിന് തുടക്കം കുറിക്കുകയാ. പടച്ചവരെ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങൾ ഞങ്ങൾക്ക് തരടേ എന്ന് ദുആ ചെയ്യണമെന്ന് റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുമ്പോ, ദുആ ചെയ്തിട്ട് മക്കളെ വാങ്ങണം, ദുആ ചെയ്തിട്ട് മക്കളെ വാങ്ങണം. അങ്ങനെ ഒരു വാപ്പ ഒരു മകനെ വാങ്ങി. വാപ്പ ദുആ ചെയ്തിട്ട് തുടങ്ങിയിട്ടൊരു പൊന്നുപോലെ കിട്ടി. ഏത് പൊന്നുമോനെന്നറിയുവോ? ആ മകന്റെ ചരിത്രം വായിക്കുമ്പോ ഒരു മനുഷ്യനും കരയാതിരിക്കാൻ പറ്റൂല. ആ പൊന്നുമോന്റെ ചരിത്രം വായിക്കുമ്പോ ഏത് കഠിന ഹൃദയമുള്ളവന്റെയും കണ്ണും നിറയുമല്ലോ, അവന്റെ മനസ്സും പതറുമല്ലോ. ഏത് വാപ്പയാ ദുആ ചെയ്തത്? മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. 9 വയസ്സുള്ള മറിയം ബീവി പടച്ചവന്റെ പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് പഴങ്ങൾ തിന്നുകൊണ്ടിരിക്കുമ്പോ സക്കരിയാ നബി അലൈഹിസ്സലാം പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആ സമയത്തെങ്ങും കിട്ടാത്ത, ആ നാട്ടിലെങ്ങും കിട്ടാത്ത പഴങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്ന മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയോട് സക്കരിയാ നബി ചോദിച്ചു, ഖാലയാ മറിയം അന്നാ ലകി ഹാദാ? ഖാല ഹുവ മിൻ ഇൻദില്ലാഹ്. മോളെ മറിയമേ, ഈ പഴങ്ങൾ എവിടെ നിന്നാണ് മറിയമേ? ഇതൊന്നും ഈ നാട്ടിൽ കിട്ടില്ലല്ലോ. ഈ സമയത്ത് ഉണ്ടാകുന്ന പഴങ്ങളല്ലല്ലോ. എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുമ്പോ മറിയമെന്ന പൊന്നുമോൾ അവിടെ നിന്ന് പറഞ്ഞെനിക്കെന്നെ പടച്ച റബ്ബ് എനിക്ക് തന്നതാ. സക്കരിയാ നബി അലൈഹിസ്സലാം അവിടെ നിന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ നിന്നൊരു ദുആ ചെയ്തു ഖുർആൻ പറയുന്നുണ്ട്. സക്കരിയാ നബി അല്ലാഹുവോട് പറഞ്ഞു, അല്ലാഹ് സ്വാലിഹായ സന്താനത്തെ എനിക്ക് തരണേ അല്ലാ. എത്ര കൊല്ലമായി പടച്ചവര് എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഒരു സന്താനത്തെ തരണേ എന്ന് ദുആ ചെയ്തപ്പോ അല്ലാഹു കൊടുത്തു. പെങ്ങള്, അല്ലാഹു കൊടുത്ത ചെറുപ്പക്കാരാ, അല്ലാഹു പടച്ചവനെ സക്കരിയാ നബിക്കൊരു പൊന്നുമോനെ കൊടുത്തു. വിവാഹം കഴിഞ്ഞ് 10 കൊല്ലമായി 20 കൊല്ലമായി മക്കളില്ലെന്ന് പറഞ്ഞു കണ്ണുനീര് കുടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മോനെ പ്രതീക്ഷ കൈവിടണ്ടടാ, പ്രതീക്ഷ കൈവിടണ്ട ചെറുപ്പക്കാരാ. അള്ള കഴിവുള്ളവനാ, അള്ള കഴിവുള്ളവനാ. എത്രാമത്തെ വയസ്സിലാ കൊടുത്തത്? എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുന്നു 120 വയസ്സാണെന്ന് പറയുന്നു. എന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് 99 വയസ്സാ. അതാ ഭർത്താവ് ഭാര്യയുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, പെണ്ണ് നമുക്കൊരു പൊന്നുമോന് ജനിക്കാൻ പോവുകയാ. അവിടെ നിന്ന് ഭാര്യ ചോദിച്ചു, ഈ വയസ്സാകാലത്തോ? എന്റെ പ്രിയമുള്ളവര്, സക്കരിയാ നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്തിട്ട് അവിടെ നിന്നൊരു പൊന്നുമോനെ വാങ്ങി. ആ മകന്റെ പേരെന്തെന്നറിയുമോ? ആ മകന് പേരിട്ടത് അല്ല തന്നെയാ. ആ മകന് പേരിട്ടത് പടച്ച റബ്ബ് തന്നെയാണ്, യഹ്യാ നബി അലൈഹിസ്സലാം.
അള്ളയാണ് യഹിയ എന്ന് പേരിട്ടത്. പടച്ചറപ്പേ യഹിയ എന്ന് പൊന്നുമോൻ ചരിത്രം പറയുകയാ. 11ാമത്തെ വയസ്സിലെ വാപ്പ നോക്കിയപ്പോ തന്റെ പൊന്നാര മകനെ കാണുന്നില്ല. കരഞ്ഞു കരഞ്ഞ് വയസ്സാകാലത്ത് പടച്ചറപ്പ് കൊടുത്ത് സമ്മാനമോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരഞ്ഞു നടന്നു. അവസാനം തന്റെ പൊന്നുപോലെ കാണാതെ വന്നപ്പോ പാതിരാത്രി സക്കരിയ നബി പടച്ചവര് ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ ചെന്നിട്ട് പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എത്ര കൊല്ലം കരഞ്ഞിട്ട് എനിക്ക് തന്നതാ പടച്ചവര്, കണ്ടു കൊതി തീർന്നില്ല പടച്ചവര്, എനിക്കവനെ വേണം നമ്പുരാറ്, എനിക്കവനെ കാണണം പടച്ചവര്. പടച്ചവന്റെ പള്ളിയുടെ മുന്നിൽ നിന്ന് ദുആ ചെയ്തിട്ട് സക്കരിയ നബി തന്റെ വീട്ടിലേക്ക് നടന്നു വരുമ്പോ അതാ മയ്യത്തുകൾ കബറടക്കുന്ന ശ്മശാനത്തിന്റെ ഭാഗത്തുകൂടെ നടന്നു വരുമ്പോ പാതിരാത്രി ഒരു കുഞ്ഞിരുന്ന് കരയുന്ന ശബ്ദം കേൾക്കുകയാ. പള്ളിക്കാട്ടിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാ. സക്കരിയ നബി അലൈഹിസ്സലാം കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആരാ കരയുന്നത്? അല്ലാഹുവേ, പഴക്കം തന്നെ ഇടിഞ്ഞ കബറിനകത്തിരുന്നൊരു കുഞ്ഞ് കരയുകയാ. സക്കരിയ നബി ചെന്ന് നോക്കുമ്പോ കരയുന്നതാരെന്നറിയുവോ? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ യഹിയ. 11 വയസ്സുള്ള പൊന്നുമോര് കബറിനകത്തിരുന്ന് പൊട്ടിക്കരയുകയാണ്. വാപ്പ ചോദിച്ചു, മോര് എന്തിനാ മോര്, എന്റെ പൊന്നുമോൻ എന്തിനാ ഇതിനകത്ത് മുന്നിരുന്ന് കരയുന്നത്? ആ സമയത്ത് വാപ്പയുടെ ഹൃദയത്തിനകത്ത് തറയ്ക്കുന്ന ഒരു മറുപടിയാണ്. 11 വയസ്സുള്ള പൊന്നുമോര് വാപ്പ ചോദിച്ചു, എന്തിനാ മോര് കബറിനകത്ത് വന്നിരുന്ന് കരയുന്നത്? കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ, അവസാനം വന്ന് കിടക്കേണ്ടത് ഇതിനകത്തല്ലേ ഉപ്പോ? സക്കരിയ നബിയുടെ കണ്ണ് നിറഞ്ഞുപോയി. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുകയാ, യഹിയ നബി അലൈഹിസ്സലാം സുജൂദിൽ കിടന്നാ പിന്നെ എഴുന്നേക്കാറില്ല. അങ്ങനെ കിടന്ന് കരയുമായിരുന്നു. അവസാനം പെറ്റുമ്പോ ചെന്നിട്ട് പൊന്നുമോനെ ഇങ്ങനെ പിടിച്ചുയർത്തുമായിരുന്നു. പൊന്നുമോനെ ഇങ്ങനെ പിടിച്ചുയർത്തുമ്പോ കണ്ണിൽ നിന്ന് വീണ് കണ്ണീര് വീണ സ്ഥലത്ത് നിന്ന് പുല്ലുപോലും കിളിച്ചു വരുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ കരഞ്ഞ് കരഞ്ഞ് മുഖത്തുകൂടെ കണ്ണുനീരൊലിച്ചൊലിച്ച് മുഖത്തെ തൊലിയെല്ലാം പോയിട്ട് അല്ലാഹുവേ, മുഖത്തൊരു ദ്വാരമുണ്ടായിരുന്നു. അണപ്പല്ല് വെളിയിൽ കാണുമായിരുന്നു. അണപ്പല്ല് വെളിയിൽ കാണുമായിരുന്നു. അതുപോലെ കരച്ചലാ. അമ്മയ്ക്ക് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ പൊന്നുമോന്റെ മുഖം മറയ്ക്കാറ്, പൊന്നുമോന്റെ മുഖം മറയ്ക്കാ ഒരു തോലിന്റെ ഒരു തോല് കൊണ്ട് ഇങ്ങനെ ഉമ്മ മുഖത്തിനാൻ ഒരു മറയുണ്ടാക്കി കൊടുത്തു. പടച്ചറപ്പേ, ആ ഉണ്ടാക്കിയ മറ പോലും കണ്ണീര് കൊണ്ട് നനയുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ വെറുതെ കിട്ടൂല ചെറുപ്പക്കാരാ, വെറുതെ കിട്ടൂല ചെറുപ്പക്കാരാ. മറിയം ബീവിയുടെ ഉമ്മയായ ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ പടച്ചവരെ ഈന്തപ്പനമരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പക്ഷി തന്റെ വായിക്കകത്ത് ഭക്ഷണം വെച്ചുകൊണ്ട് പറന്നു വരികയാ. എന്നിട്ട് തന്റെ കുഞ്ഞുങ്ങളുടെ വായിലേക്ക് ആ ഭക്ഷണം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കണ്ടപ്പോ ഹന്നത്ത് ബീബി അല്ലാഹുവോട് അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്തു, റബ്ബി ഹബിലി മിനസ്സാലിഹീൻ. അവിടെ ദുആ ചെയ്തെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ മക്കളെ വേണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, ആഗ്രഹമുണ്ടോ? എങ്കിൽ എന്റെ പൊന്നുമോനെ ദുആ ചെയ്തോ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിനെ പടച്ചവരോട് ദുആ ചെയ്തു. ഈ ദുആ ചെയ്യുന്ന ഭർത്താവിനും ഭാര്യയ്ക്കും നാളെ സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമുണ്ടെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര്, സ്വാലിഹായ സന്താനം ലഭിക്കണമെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ നീ ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഭാര്യയും ഭർത്താവും ദുആ ചെയ്തു. ഇനി പെട്ടെന്ന് കടക്കാം വിഷയത്തിലേക്ക്. എന്റെ പ്രിയമുള്ളവരെ, ദുആ ചെയ്തു കഴിഞ്ഞു. രണ്ടുപേരും കുടുംബ ജീവിതത്തിലേക്ക് കടന്നു. ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്നതിന് 12 മര്യാദകളുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ
ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ പാലിക്കേണ്ട 12 അദബുണ്ട്. 12 അദബൊന്നും ഞാൻ പറയണില്ല, 3 എണ്ണം പറഞ്ഞുതരാം. 3 അദബ്, ഏറ്റവും കുറഞ്ഞത് ഇത് 3 ചെയ്യണം. 1, നീ തുടങ്ങുമ്പോ ബിസ്മി പറഞ്ഞിട്ട് തുടങ്ങണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. സലാത്ത് പറ മനുഷ്യന്മാരെ, ബിസ്മി പറഞ്ഞിട്ട് തുടങ്ങണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബിസ്മി പറഞ്ഞില്ലെങ്കിലുള്ള ഭവിഷ്യത്ത് എന്താ? ചില മക്കള് വൃത്തികേടുകൾ കാണിക്കുമ്പോ ചോദിക്കും, ഇവൻ എന്താടാ ശൈത്താന്റെ സ്വഭാവമാണോ? അതിക്കണേ, ആ ചോദ്യം വെറുതെ അല്ല, ആ ചോദ്യത്തിന് അർത്ഥമുണ്ട്. മക്കള് കുരുത്തക്കേട് കാണിക്കുമ്പോ ചോദിക്കും, ഇവനെന്താടാ ശൈത്താന്റെ സ്വഭാവമാണോ ഇവക്കെന്ന്. ആ ചോദ്യത്തിന്റെ മഹത്വം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ബിസ്മി പറയാതെ ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചാൽ ശൈത്താനും മക്കളും കൂടെ കയറിയിരുന്ന് ഭക്ഷണം തിന്നുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ശൈത്താനും മക്കളും കൂടെ കയറി തിന്നും, ഇല്ലേ? അപ്പോ ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് നീ ബിസ്മി പറയാതെ തുടങ്ങിയാൽ ശൈത്താനും നിന്റെ കൂടെ കൂടും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. മക്കള് ശൈത്താന്റെ സ്വഭാവം കാണിക്കാനുള്ള കാരണം നീ ബിസ്മി പറഞ്ഞു തുടങ്ങിയില്ല, അതുകൊണ്ട് ഓനും കൂടെ കയറി. അതന്നെ. അപ്പൊ 2, ഒന്നാമത്തെ അഥവാ ഞാൻ ആരെയും ടെൻഷൻ എടുപ്പിക്കാൻ പറഞ്ഞല്ല. രണ്ടാമത്തെ കാര്യം, ഒരു ദുആ ഉണ്ട് ബന്ധപ്പെടുന്ന സമയത്ത്. അത് പിന്നെ എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. 3-ാമത്തെ കാര്യം, നിങ്ങളുടെ ഔറത്തുകൾ പരസ്പരം കാണാൻ പാടില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ ഞാൻ കെട്ടിയത് എനിക്കല്ലാതെ പിന്നെ ആർക്ക് കാണാനുള്ളതല്ലേ? എന്റെ പ്രിയമുള്ളവരെ, കാണാൻ പാടില്ല. സൂറത്തുൽ അറാഫിന്റെ 38, 36 ആയത്തുകൾ എടുത്ത് നോക്ക്. പരസ്പരം ഔറത്ത് കാണാൻ പാടില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു 1.5 മാസമായി. പിന്നെ കല്യാണം കഴിഞ്ഞ ഒരു ആണിനോടും പെണ്ണിനോടും നാട്ടുകാർ മുഴുവനും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദിക്കാറ്? എന്താ മനുഷ്യന്മാരെ ചോദിക്കാറ്? കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനോടും പയ്യനോടും എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ? ഓ അടച്ചവനെ, ഒന്നും അറിയാത്ത മലക്കുകൾ, കഷ്ടമോ ഇല്ല. നിങ്ങളോടങ്ങ് ആരും ഒന്നും ചോദിച്ചിട്ടില്ല, എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്തറിയോ? വിശേഷമായില്ല. വിവാഹം കഴിഞ്ഞ ഏതൊരു ആണിനോടും പെണ്ണിനോടും 1.5 മാസം 2 മാസം കഴിയുമ്പോൾ എല്ലാരും ചോദിക്കും, വിശേഷമായില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്നറിയുന്ന സമയം ഒരു ഭർത്താവ് എന്താണ് ചെയ്യേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തന്റെ ഭാര്യ ഗർഭിണിയാണെന്നറിയുന്ന സമയത്ത് ഒരു ഭർത്താവ് എന്തേ ചെയ്യേണ്ടത്? ഇന്നത്തെ ചെറുപ്പക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? ഇന്ന് കല്യാണമെല്ലാം കഴിഞ്ഞ് 1.5 മാസമായി. പെട്ടെന്ന് ഇങ്ങനെ എരുമേലി നിൽക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് കോള് വരുന്നു. ഭാര്യ വിളിച്ചൊക്കെ ഓടി വായിക്കുക, അത്യാവശ്യം ഹോസ്പിറ്റലിലുണ്ട് അല്ലെങ്കിൽ വീട്ടിലുണ്ട്, പെട്ടെന്ന് വാ. എന്താ പെണ്ണെ? വാ, ഒന്നുമില്ല, വാ ഇങ്ങോട്ട് വാ. പെട്ടെന്ന് ഫോൺ, ഇവൻ പറന്നു പോവാ, ബൈക്ക് കൊടുത്തിട്ട് പാഞ്ഞങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സാധനം അവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അവന് മനസ്സിലായി ഇവക്കൊന്നും പറ്റിയിട്ടില്ല, പഠിച്ചവന് പിന്നെ ആരാ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ പെണ്ണിനോട് ചോദിക്കുക, എന്തേ വിളിച്ചത്? ഇവള് ചിരിക്കുക. രണ്ടാമതും ചോദിച്ച്, എന്തേ പെണ്ണെ? ദേഷ്യത്തോട് എന്തേ? എന്നിട്ട് ഇവളെ ചിരിച്ചോണ്ട് നിൽക്കുന്നത് കണ്ടു. ആദ്യത്തെ പെണ്ണാണെങ്കിൽ, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ മണവാട്ടിയാണെങ്കിൽ അവളിങ്ങനെ ചിരിക്കും. പടച്ചോനെ. അപ്പോഴാണ് ഉമ്മാന്റെ അടുക്ക പോയി ചോദിക്കുക, എന്തേ ഉമ്മ അത്യാവശ്യം വിളിച്ചത്? അപ്പൊ ഉമ്മ പറയണൊരു മറുപടി ഉണ്ട്, മോനെ അവക്ക് വിശേഷം ഉണ്ടടാ, അവക്ക് വിശേഷം ഉണ്ടടാ. എന്റെ പ്രിയമുള്ളവരെ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞ ഇന്നത്തെ ചെറുപ്പക്കാര് ചെയ്യേണ്ടത് മൊബൈൽ അങ്ങോട്ട് എടുത്തിട്ട് വാട്സപ്പ് അങ്ങോട്ട് എടുത്തിട്ട്, അടിയാ വൈകിട്ട് കാണണവടാ, ലോട്ടറി അടിച്ച് ചെലവുണ്ടടാ. ഇതവസ്ഥ. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ചെറുപ്പക്കാരെങ്ങനെ എങ്കിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്നറിയുമ്പോ ഒരു ഭർത്താവ് എന്ത് ചെയ്യണം? ഒരു ഭാര്യ എന്ത് ചെയ്യണം? അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, 2 പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടുപഠിക്കണം. ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരുന്ന സർവ്വ പെണ്ണുങ്ങൾക്കും കണ്ടുപഠിക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ 2 പെണ്ണുങ്ങളുടെ ചരിത്രം പറയുന്നുണ്ട്. ഏതാണ് ആ പെണ്ണുങ്ങളെന്നറിയുമോ? ഒന്ന് ഫിർഔനിന്റെ ഭാര്യയായ ആസിയ. ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹാ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പടച്ച റബ്ബിനോട്, ബൈതും ഫിൽ ജന്ന, എനിക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം തരണേ എന്ന് ചോദിച്ചിട്ട് പോയാ അല്ലാഹുവിന്റെ റസൂൽ നാളെ സ്വർഗ്ഗത്തിൽ വെച്ച് വിവാഹം കഴിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ ആസിയ. രണ്ടാമത് ഖുർആൻ പറഞ്ഞത്, അല്ലാഹുവേ, മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ മറിയം എന്ന പെണ്ണിനെ കണ്ടുപഠിക്കണേ എന്ന് ഖുർആൻ പറഞ്ഞു തരുമ്പോ ഇതുപോലെ ഒരു പെണ്ണാകാ കാരണമെന്താ? അല്ലാഹുവേ, മറിയം ബീബിക്ക് ഇത്ര മഹത്വം കിട്ടാറുള്ള കാരണമെന്താ? എന്റെ പ്രിയമുള്ള സഹോദരിമാരോട്,
എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് മറിയം ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മയായ ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ അവിടുന്ന് ഗർഭിണിയാണെന്ന് മനസ്സിലാകുമ്പോ ഹന്നത്ത് ബീബി അല്ലാഹുവോട് പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുവേ എന്റെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞിനെ നിന്റെ പള്ളിക്ക് ഞാൻ നേർച്ച ചെയ്യുന്നു അന്നങ്ങനായിരുന്നു പെങ്ങള്. ഹന്നത്ത് ബീബി പടച്ചുറപ്പിനോട് പറഞ്ഞു, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിനക്കുള്ളതാ അല്ലാഹ്. ചില ചെറുപ്പക്കാര് ഉസ്താദന്മാരുടെ കയ്യിൽ പിടിച്ചിട്ട് പറയാറുണ്ട്, ഉസ്താദേ എന്റെ ഭാര്യ ഗർഭിണിയാ, അല്ലാഹുവേ ആൺകുഞ്ഞാണെങ്കിൽ അവനെ ഹാഫിളാക്കണം ഉസ്താദ്. നല്ല നീയത്താ ചെറുപ്പക്കാരാ, മുൻഗാമികൾ ചെയ്ത നീയത്താ പൊന്നുപോര്. എന്റെ പ്രിയമുള്ള പെങ്ങള്, അതുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുകയാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്ന് നിനക്ക് മനസ്സിലായാ നീ പറയേണ്ട കാര്യം എന്തെന്നറിയുമോ? യദൂലഹു ഔലാദൻ സ്വാലിഹാ. നീ ഒരു വാപ്പയാണെന്ന് തിരിച്ചറിയുമ്പോ പൊന്നുമോനെ നീ റബ്ബിനോട് പറയണമല്ലാ, ഇതിന് സ്വാലിഹായ സന്താനങ്ങളിൽ പെടുത്തണേ അല്ലാ. എന്റെ കണ്ണിന് കുളിർമയാകുന്ന മക്കളാക്കി തരണേ അല്ലാ. അങ്ങനെ ആക്കി തന്ന വനകൂന മിനശാകിരീൻ, ഞാൻ നിന്നോട് നന്ദി കാണിക്കും പടച്ചവര്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മോനെ നിന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് മനസ്സിലാകുന്ന സമയത്ത് പെങ്ങളെ ഭർത്താവ് അടുത്തില്ല, വിദേശത്താ, എങ്കിലും നീ പറയണം വയദൂലഹു ഔലാദൻ സ്വാലിഹാ, അതിനെ സ്വാലിഹായ സന്താനങ്ങളിൽ പെടുത്തണേ എന്ന് ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നല്ല മക്കളെ വെറുതെ കിട്ടൂല, സ്വാലിഹായ മക്കളെ വെറുതെ കിട്ടൂല. അതുകൊണ്ട് നാലാമത്തെ കാര്യം, നിന്റെ ഭാര്യ ഗർഭിണിയായെന്ന് തിരിച്ചറിയുമ്പോ നീ അത് സ്വാലിഹായ സന്താനമാക്കി തരാറ് ദുആ ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ് കൂടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യ ഗർഭിണിയായി. ഒരു കുഞ്ഞിനെ നന്നാക്കാൻ തുടങ്ങേണ്ടത് എപ്പോൾ മുതലാണെന്ന് കേട്ടോ? ഒരു കുഞ്ഞിനെ നന്നാക്കേണ്ടത് പ്രസവിച്ചതിന് ശേഷമല്ല. ഉമ്മമാര് കേൾക്കാം, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു പെണ്ണ് തന്റെ കുഞ്ഞിനെ നന്നാക്കാൻ തുടങ്ങേണ്ടത് അവൾ ഗർഭിണിയായിരിക്കുന്ന സമയം മുതലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഗർഭിണിയായിരിക്കുന്ന സമയം മുതലാണ് ഒരു ഉമ്മ തന്റെ കുഞ്ഞിനെ നന്നാക്കാൻ തുടങ്ങേണ്ടത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ചോദിക്കും, അതിനിപ്പം വയറ്റി കിടക്കണ കുഞ്ഞിന് ചിന്തിക്കാനും കഴിവും കാണാനൊക്കെ ഉണ്ടോ? കഴിയും മനുഷ്യ. ഞാൻ ചോദിക്കട്ടെ, ഒരു ഉദാഹരണം ചോദിക്കട്ടെ. ഏതൊരു കുഞ്ഞ് ബുദ്ധിയുള്ളതാകട്ടെ ബുദ്ധിയില്ലാത്തതാകട്ടെ, ഏതൊരു കുഞ്ഞ് കരയുമ്പോഴും ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ച് താരാട്ട് പാടിയ കുഞ്ഞിന്റെ കരച്ചല് മാറും, കുഞ്ഞുറങ്ങും. ഇതെവിടെ നിന്ന് പഠിച്ചു? ആര് പറഞ്ഞു കൊടുത്തു? ഏതൊരു കുഞ്ഞ് കരഞ്ഞാലും കയ്യിലെടുത്ത് വെച്ച് ആട്ടി ആ കുഞ്ഞ് കരച്ചിൽ നിർത്തും. ഇങ്ങനെ കയ്യിൽ വെച്ച് ആക്കുന്നത്, ഇങ്ങനെ ആക്കുമ്പോ ഏത് കുഞ്ഞും കരച്ചിൽ നിർക്കും. ഇത് ഏത് ഉസ്താദ് പഠിപ്പിച്ചു? ഏത് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു? ഏത് മാതാപിതാക്കൾ പഠിപ്പിച്ചു? ആരും പഠിപ്പിച്ചതല്ല, ആ കുട്ടി പഠിച്ചതാ. എങ്ങനെ പഠിച്ചു? നീ ഗർഭിണിയായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിന്റെ വയറ്റിൽ വെള്ളമില്ലെന്ന്, ഇല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ഗർഭപാത്രത്തിലെ വെള്ളത്തിനകത്ത് കടന്ന് ഈ കുഞ്ഞ് ആടി പഠിച്ചിട്ടുണ്ട്. നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ, നീ ചരിഞ്ഞു കിടക്കുമ്പോ ഈ വയറിനകത്ത് കടന്ന് ഈ കുഞ്ഞിങ്ങനെ ആടി ആടി പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചത് കൊണ്ടാ ഉമ്മ നീ കയ്യിൽ വെച്ച് താരാട്ടാട്ടുമ്പോ നിന്റെ പൊന്നും മോനും മോളും ഉറങ്ങുന്നത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനാ പറഞ്ഞത്, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. 41 ദിവസമായി നീ ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞ അതേ സമയം അള്ളാഹു കാണാനും കേൾക്കാനും ഉള്ള കഴിവ് നിന്റെ കുഞ്ഞിന് കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നീ ചിന്തിച്ചോ, മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടത് മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹു 6ാമത്തെ വയസ്സിൽ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു, അർത്ഥവും പഠിച്ചു. എങ്ങനെ പഠിച്ചു? 6 വയസ്സേ ഉള്ളൂ, നേഴ്സറി കൊണ്ട് ചേർക്കണ പ്രായം. 1ാം ക്ലാസ്സിൽ LKG ചേർക്കുന്ന സമയം ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ഖുർആൻ മുഴുവനും പഠിച്ചു, അർത്ഥവും പഠിച്ചു. ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഉമ്മാടെ വയറ്റിൽ കിടന്ന് ഖുർആൻ പഠിച്ച മകനാ.
ഉമ്മാന്റെ വയറ്റിൽ കിടന്നിട്ട് ഖുർആൻ കേട്ട മകനാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നീ ഇന്ന് ഏറ്റവും കൂടുതൽ കളിക്കണത് മൊബൈലിലാ. അതുകൊണ്ടാ 1.5 വയസ്സാകുമ്പോ വാപ്പ പൊക്കി തോളി വെക്കുമ്പോഴത്തേക്ക് വാപ്പാടെ പോക്കറ്റിൽ നിന്ന് പോകും മൊബൈൽ വെക്കുന്നത്. എങ്ങനാ നീ കുത്തിങ്ങനെ കണ്ടുപിടിച്ചതാ? അവൻ വയറ്റിൽ കിടന്ന് കണ്ടിട്ടുണ്ട് ഉമ്മ എന്തോ ഒരു സാധനം ഇങ്ങനെ കുത്തിക്കളിക്കണത്, വാട്സപ്പും ഫേസ്ബുക്കും ഇങ്ങനെ കുത്തിക്കളിക്കണത്. അതുകൊണ്ടാ വാപ്പാടെ പോക്കറ്റിൽ നിന്ന് അവൻ പൊക്കണത്. നീ ഏറ്റവും കൂടുതൽ നിന്റെ ഭർത്താവ് പറയും റെസ്റ്റ് എടുത്തോ, തിന്നാനും ബാത്റൂമിൽ പോകാനും മാത്രം എഴുന്നേറ്റാൽ മതി മോളെ, കടന്നോ, TV ഫ്രണ്ടിൽ കൊണ്ടുവച്ചതരാ. നീ കണ്ടുകൊണ്ടിരുന്നത് കൊണ്ടാ നിന്റെ മക്കൾ ഇന്ന് കൊച്ചു ടിവിയുടെ മുന്നിൽ നിന്ന് എഴുന്നേക്കാത്തത്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പെണ്ണുങ്ങളോട് പറയാ, നിന്റെ സ്വഭാവത്തിന്റെ 65% നിന്റെ മക്കൾക്കുണ്ടാകും. അതുകൊണ്ട് നീ നല്ലത് മാത്രമേ ചെയ്യാവൂ. നീ നിസ്കരിക്ക്, നീ ഖുർആൻ ഓത്, നീ ദിക്റുകൾ പറ, സൽക്കർമ്മങ്ങൾ ചെയ്, നിന്റെ മക്കൾ നന്നാകും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യ ഗർഭിണിയായി 9.5 മാസം കഴിഞ്ഞു, പ്രസവിച്ചാ ചെയ്യേണ്ടതെന്തേ? ബാങ്ക് വിളിക്കണം, ഇഖാമത്ത് കൊടുക്കണം, സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, സൂറത്തുൽ ഇന്നാ അൻസൽന ഓതണം, സൂറത്തുൽ ആലി ഇംറാനിന്റെ 32ാമത്തെ ആയത്ത് കുഞ്ഞിന്റെ ചെവിയിൽ ഓതി കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞു എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കൾക്ക് തൊട്ടുകൊടുക്കണം. ഇതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. മക്കൾക്ക് തൊട്ടുകൊടുക്കും. ഇതൊക്കെ ചോദിക്കുമ്പോൾ പറയും ഉസ്താദ് ഇതിനൊക്കെ അർത്ഥമുണ്ടോ? മക്കൾക്ക് തൊട്ടുകൊടുക്കാന്നൊക്കെ അതിലെന്താ അർത്ഥം? ഇല്ലേ, മക്കൾക്ക് തൊട്ടുകൊടുക്കുന്നതിൽ അർത്ഥമുണ്ട്. ചില മക്കൾ വൃത്തികേടുകൾ കാണിക്കുമ്പോൾ ചോദിക്കും ഇവൻ ആരാടാ തൊട്ടുകൊടുത്തതെന്ന്. അല്ലേ, ഇവൻ ആരാ തൊട്ടുകൊടുത്തത്? ചില പെണ്ണുങ്ങൾക്കും ചെറുപ്പക്കാർക്കും വാശിയ എന്റെ ഉപ്പാപ്പ തന്നെ തൊട്ടുകൊടുക്കണം. അങ്ങാരാണെങ്കിൽ കട്ടൻ പീടിയും വലിച്ച് മുറുക്കി നിസ്കാരമില്ല അടക്കണ ജന്തു അതിനെ കൊണ്ടാണ് തൊട്ടുപിടിപ്പിക്കുന്നത്. ചില പെണ്ണുങ്ങൾക്ക് വാശിയ എന്റെ ഉപ്പ തൊട്ടുകൊടുത്താൽ മതി. എന്റെ പ്രിയമുള്ളവരെ, തൊട്ടുകൊടുക്കുന്നതിലൊരർത്ഥമുണ്ട്. അതുകൊണ്ട് നല്ലവരെ കൊണ്ട് തൊട്ടുകൊടുപ്പിക്കാവൂ. തന്റെ മക്കൾക്ക് തൊട്ടുകൊടുക്കും. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, എന്റെ സഹോദരനെ പ്രസവിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കൊണ്ടുപോയി. പ്രവാചകനാണ് അവിടെ നിന്ന് തൊട്ടുകൊടുത്തത്. എന്റെ പ്രിയമുള്ളവരെ, നല്ലവര് തൊട്ടുകൊടുക്കുമ്പോൾ അതിൽ ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ അർത്ഥമുണ്ടാകും. അപ്പൊ തൊട്ടുകൊടുക്കുക. 2, കുഞ്ഞിന് നല്ല പേരിടുക. പെണ്ണ് ഗർഭിണിയായിരിക്കുമ്പോഴേ ചർച്ചയാ മക്കൾക്ക് എന്ത് പേരിടണം. അവിടെ തുടങ്ങിക്കഴിഞ്ഞു. എന്റെ പേര് എസ്സിലാ തുടങ്ങണേ, നിന്റെ പേര് എസ്സിലാ തുടങ്ങണേ, ഇനി SS മതി ചർച്ചകൾ. ഈ പാവപ്പെട്ട ഉസ്താദന്മാർ ഏറ്റവും കൂടുതൽ മുട്ടുകുത്തുന്നത് മസല ഒതുക്കുമ്പോഴല്ല. പള്ളിയിലെ ഉസ്താദന്മാര് പടച്ചവനെ കടന്ന് നെട്ടോട്ട ഓടുന്നത് പഠിക്കണ കാലത്ത് പോലും ഇതുപോലെ ഒന്നും കിതാബ് നോക്കിയിട്ടില്ല. എന്തിനു വേണ്ടിയാ? പേരിന്റെ അർത്ഥം തിരയുന്നത്. ആ പടച്ചവനെ ഓരോന്ന് വന്നിട്ട് ഓരോ പേര് ചോദിക്കും. ഏത് ഡിക്ഷണറി തപ്പിയാലും കാണത്തില്ല. ചോദിച്ചാ പറയും അങ്ങാർക്ക് ഒരർത്ഥം പോലും അറിയത്തില്ല. ഇങ്ങനെ എന്താ? എന്റെ പ്രിയമുള്ളവരെ, മക്കൾക്ക് പേരിടുമ്പോൾ നല്ല പേരിടണം. മക്കൾ, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് സിറാജുദ്ദീൻ, ദീനിന്റെ വിളക്ക് എന്ന് എന്നെ വിളിക്കുന്നതാ. 100 പേരങ്ങനെ വിളിക്കുമ്പോ ഒരുത്തന്റെ വിളി അള്ളാഹു കേൾക്കും. അതിനാ എന്റെ വാപ്പ പേരെനിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മക്കൾക്ക് നല്ല പേരിടണം. ഏത് പേരിടണം? അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാ എന്നാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതാ? മുഹമ്മദ് എന്നാണോ? അബ്ദുല്ല എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്ക്. കാണാനുള്ള കൊതിയുണ്ടോ? എരുമേലിയിൽ അബ്ദുല്ലമാർ ആരെങ്കിലും ഉണ്ടോ? സുബ്ഹാനല്ലാഹ്. പോട്ടെ, അബ്ദുറഹ്മാൻ ആരെങ്കിലും ഉണ്ടോ? സുബ്ഹാനല്ലാഹ്. ഒരൊറ്റ ചങ്ങായുണ്ട്. രക്ഷപ്പെട്ട് ആക്കാൻ നിങ്ങൾ സ്വർഗത്തില്ല. നിങ്ങൾ രക്ഷപ്പെട്ട്. എന്റെ പ്രിയമുള്ളവർ, അള്ളാഹിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുറഹ്മാൻ എന്നാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മക്കൾക്ക് പേരിടുമ്പോ ഖുർആനി ഉണ്ടെന്ന് നോക്കണം. എനിക്ക് ഓർമ്മ വരുന്ന ഒരു ചങ്ങാതി എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ മോക്ക് നല്ലൊരു പേരിട്ട്, പക്ഷേ ഇതുപോലെ ഒരു പേര് ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. അപ്പൊ ഞാനും ചോദിച്ചു എന്ത് പേരാ? എന്റെ മോക്കൊരു പേരിട്ടു, ഇതുപോലെ ഒരു പേര് ഞാൻ കേട്ടിട്ടേ ഇല്ല. അപ്പൊ എനിക്കും തോന്നി ഒന്നറിയാം. ഞാൻ ചോദിച്ചു എന്താ പേരെന്ന്. ഫാത്തിമ നിഫാസ്. ഞാൻ പറഞ്ഞു നല്ല പേരാ. ഫാത്തിമ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂലിന്റെ മകളുടെ പേര്, നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവ രക്തം. ഞാൻ പറഞ്ഞ അടുത്തതിന് ഫാത്തിമ ഹൈദെന്നും കൂടെ ഇടാൻ. അള്ളാഹു ഈമാൻ നൽകി. ചിരിക്കാൻ പറഞ്ഞല്ല, ഞാനിത് പറഞ്ഞ എന്തിനെന്നറിയാം, ഇതൊന്നും പറയാനല്ല ഞാൻ പറഞ്ഞു. മക്കളുടെ പേരെന്താന്ന് ചോദിച്ചാ ഹസൻ, അല്ലാഹുവേ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, നല്ല പേരിട്ടിട്ടുണ്ട് മാതാപിതാക്കളിലെ. ഹസൻ നന്മയുള്ളവനെ എന്നാണ് ഉമ്മ പേരിട്ടത്, വാപ്പ പേരിട്ടത്. എന്നാൽ ഇവനെ വീട്ടിൽ വിളിക്കുന്ന എന്താ? മക്കൾക്ക് അല്ലാഹുവേ നല്ല പേരിട്ടിട്ടുണ്ട് ഉമ്മയും വാപ്പയും. എന്നിട്ട് വിളി ഹസൻ എന്ന് പേരിട്ട ഒരു മകൻ ഉമ്മ ഇട്ടതാണ്, വാപ്പ ഇട്ടതാ, എടാ നന്മയുള്ളവനെ. എന്നാൽ ഉമ്മ വീട്ടിൽ വിളിക്കുന്നത് മോനെ അക്കു, മോനെ കുക്കു. അല്ലേ? ചിന്തിക്ക്. ചിരിക്കാൻ പറഞ്ഞതല്ല, ചിന്തിക്കാൻ പറഞ്ഞതാ.
എടാ നന്മയുള്ളവനെ എന്ന് സ്വന്തം ഉമ്മ വിളിക്കേണ്ടതിന് പകരം അവനെ വിളിക്കും ഏതോ ജീവിയുടെ പേര് അക്കുവേ ഉക്കുവേ. നിന്റെ മക്കൾ കുക്കുവായി പോകുന്നത് വെറുതെയല്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തലതിരിഞ്ഞു പോയത് എന്തുകൊണ്ടാ? നിങ്ങൾ ചിന്തിക്ക്, നല്ല പേരിട്ടിട്ട് നിനക്ക് എളുപ്പത്തിന് വേണ്ടി നീ എന്തെല്ലാം വിളിക്കുന്നു മക്കളെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മക്കളെ വെറുതെ കിട്ടുമെന്ന് നിങ്ങൾ കരുതിയോ? അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കൾക്ക് നല്ല പേരിട്ടു. ഒരൊറ്റ കാര്യം, ഒരേ ഒരു കാര്യം എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ ആറാമതായി പറഞ്ഞു. അള്ളാഹുവിന്റെ ഖുർആൻ ആറാമതായി പറഞ്ഞു, മക്കളെ നന്നാക്കണമെന്ന ആഗ്രഹമുള്ള എന്റെ പ്രിയപ്പെട്ടവരോട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആറാമതായി പറയുകയാ, ലിൽ മുത്തഖീന ഇമാമാ. ഓരോ വാപ്പയോട്, ഓരോ ഉമ്മയോട് അള്ളാഹുവിന്റെ ഖുർആൻ ആറാമതായി പറയുകയാ, വാപ്പാ ഒരു മാതൃകയാകുന്ന വാപ്പയായി നീ ഒന്ന് മാറണേ. ആദ്യം നീ നന്നാകണേ, നിന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയാകണേ. ഉമ്മ, നിന്റെ പൊന്നുമോള് നിന്നെ കണ്ടാ പഠിക്കുന്നത്. നിന്റെ മക്കളുടെ ആദ്യത്തെ ഉസ്താദ് നീയാ പെണ്ണ്. അതുകൊണ്ട് നീ നന്നാകണേ. നീ നന്നായാലേ നിന്റെ മക്കള് നന്നാവൂ. എന്റെ പ്രിയമുള്ളവരെ, ആദ്യം നന്നാകേണ്ടത് വാപ്പയും ഉമ്മയുമാ. കാരണം മക്കൾ അവരെയാണ് കണ്ടുപഠിക്കുന്നത്. മക്കൾ അവരെയാണ് കണ്ടുപഠിക്കുന്നത്. പഠിച്ചവരെ, ഉമ്മ നിസ്കരിക്കുന്നത് കണ്ടു വളർന്ന മക്കളുണ്ടല്ലോ. അവന് 2 വയസ്സാകുമ്പോ 3 വയസ്സാകുമ്പോ അവനോട് നിസ്കരിക്കാ പറയണ്ട. അല്ലാഹുവേ, നിസ്കാരപ്പായില് തന്നെ നിന്ന് നിസ്കരിക്കുന്നത് കാണാ. ഉമ്മ നിസ്കരിക്കുന്നത് കണ്ടു വളർന്ന മക്കള് 3-ാമത്തെ വയസ്സില് ഉമ്മാന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്യുന്ന മക്കളെ കാണാ. ഉമ്മ ഖുർആൻ ഓതുന്നത് കേട്ട് വളർന്ന മക്കളുണ്ടല്ലോ. അവര് ഖുർആൻ ഓതാ തയ്യാറാവുകയാ. വാപ്പ പള്ളിയിലേക്ക് പോകുമ്പോ, പഠിച്ചവനെ മോനെ, വാപ്പ പള്ളിയിൽ പോയിട്ട് വരട്ടെ എന്ന് 2 വയസ്സുള്ള പൊന്നുമോരോട് പറഞ്ഞിട്ട് പോകുന്ന വാപ്പ, ഒരു ദിവസം വാപ്പ വീടിനകത്തിരിക്കുമ്പോ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു. 3 വയസ്സുള്ള മകൻ വന്നിട്ട് പറയും, വാപ്പാ ബാങ്ക് വിളിക്കുന്നു, വാപ്പ പള്ളിയിൽ പോകുന്നില്ലേ? എന്റെ പ്രിയമുള്ളവരെ, മക്കളുടെ ആദ്യത്തെ ഉസ്താദ് വാപ്പയും ഉമ്മയുമാ. അതുകൊണ്ട് ആദ്യം നന്നാകേണ്ടത് നീയാ. എപ്പോഴും റബ്ബിനോട് പറയുമല്ലോ, എന്റെ കണ്ണിന് കുളിർമയാകട്. അല്ലാഹുവേ, എല്ലാരും അങ്ങനാ, എല്ലാരും അങ്ങനാ. കണ്ണിന് കുളിർമയാകുന്നവരാകണം. എങ്ങനെയാ കുളിർമയാകുന്നത്? ഭാര്യ ഭർത്താവിന് കണ്ണിന് കുളിർമയാകുന്നത് എപ്പോഴാ? ഭർത്താവ് ഭാര്യയ്ക്ക് കണ്ണിന് കുളിർമയാകുന്നത് എപ്പോഴാ? മക്കള് മാതാപിതാക്കൾക്ക് കണ്ണിന് കുളിർമയാകുന്നത് എപ്പോഴാ? എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, പഠിച്ചവനെ, ഭർത്താവ് അസറിന് പള്ളിയിൽ പോയി പാതിരാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മക്കളെയും പിടിച്ചിരുത്തിയിട്ട് നിസ്കാരപ്പായിലിരുന്ന് അല്ലാഹുവേ ഖുർആൻ ഓതുന്ന ഒരു കാഴ്ച കാണുമ്പോഴാ ഭർത്താവിന്റെ കണ്ണിന് കുളിർമയാകുന്നത്. അല്ലാഹുവേ, ഭർത്താവിന്റെ കണ്ണിന് കുളിർമയാകുന്നത്. പാതിരാത്രി 2 പേരും ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. പാതിരാത്രി ഭാര്യ ഞെട്ടി ഉണർന്ന് നോക്കുമ്പോ ഭർത്താവിനെ കാണുന്നില്ലോ. പേടിച്ചെഴുന്നേറ്റ് ലൈറ്റിട്ട് നോക്കുമ്പോ നിസ്കാരപ്പായില് പാതിരാത്രി 3 മണിക്ക് സുജൂദിൽ കിടന്ന് കരയുന്ന ഒരു ഭർത്താവിനെ കണ്ട. അപ്പോഴാണ് അവന്റെ കണ്ണിന് കുളിർമയാകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, നന്നാവണേ പെണ്ണ്. ഇന്നത്തെ അവസ്ഥയുണ്ട്. പാതിരാത്രി വീട്ടിലേക്ക് കടന്നു ചൊല്ലുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളും കുടുംബസമേതം ഇരുന്ന് സീരിയൽ കാണുന്ന കാഴ്ചയാണെന്ന് ഭർത്താവിന് കാണാൻ കഴിയുന്നത്. പഠിച്ചവരെ, പള്ളിക്കകത്ത് ബാങ്ക് വിളിക്കുമ്പോ അല്ലാഹുവേ, പള്ളിക്കകത്ത് നിസ്കാരം നടക്കുന്ന സമയത്ത് പള്ളിയിൽ പോകാതെ വീടിനകത്തിരിക്കുന്ന ഭർത്താവിനെ കാണുന്ന ഭാര്യ. ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുവോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം പൊന്നുപോര്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോ, റബീഅത്ത് ഇബ്നു അസം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. റബീഅത്ത് ഇബ്നു അസം എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മനുഷ്യനാ. അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. ലോകമറിയുന്ന പണ്ഡിതനാ. പടച്ചവനെ, ഹും അസ്വാജുഹു ഫീ ദിലാൽ അല്ലല്ലറാ
الأرائك متكئون لهم فيها فاكهة ولهم ما يدعون. പടച്ചറപ്പേ, ഈ ആയത്തിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ റബീഅത്ത് ബിൻ അസം എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിലൊരാഗ്രഹം തോന്നുകയാണ്. പടച്ചറപ്പിനോട് ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. അല്ലാഹ്, എന്റെ സ്വർഗത്തിലെ മണവാട്ടി ആരാണെന്ന് എനിക്കൊന്ന് കാണണം റബ്ബേ. എന്റെ സ്വർഗത്തിലെ ഭാര്യ ആരാടെന്ന് ഈ ദുനിയാവിൽ വെച്ച് എനിക്കൊന്ന് കാണണം പടച്ചവര്. റബീഅത്ത് ബിൻ അസം എന്ന് പറയുന്ന മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. അവസാനം പാതിരാത്രി കിടന്നുറങ്ങുമ്പോ എന്റെ പ്രിയമുള്ള മുസ്ലിം പെണ്ണ്, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു കാണിച്ചു കൊടുക്കുകയോ ആ മനുഷ്യന്റെ പ്രിയപ്പെട്ട ഭാര്യ ആരാണെന്ന് കാണിച്ചു കൊടുക്കുകയോ. ആരെയാണ് കാണിച്ചു കൊടുത്തതെന്നറിയുമോ? മൈമൂനത്തുൽ മിസ്രിയ. മൈമൂനത്തുൽ മിസ്രിയ എന്ന് പറയുന്ന ഒരു പെണ്ണിനെയോ കേട്ടിട്ടുണ്ടോ പെങ്ങള്? എരിമേലിയിലെ മുസ്ലിം പെണ്ണ്, നിനക്ക് പരസ്പര ചില ദീതിമോളെ മാത്രമല്ലേ അറിയൂ. മൈമൂനത്തുൽ മിസ്രിയ എന്ന് പറയുന്ന ഒരു പെണ്ണ് ജീവിച്ചിരുന്ന പെങ്ങള്. അല്ലാഹുവേ, റബീഅത്ത് ബിൻ അസം ഉണ്ടല്ലോ, ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാ. എന്നിട്ട് പടച്ചറപ്പേ, മിസ്ർ എന്ന് പറയുന്ന രാജ്യത്തേക്ക് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാണാ പോവുകയാ. സ്വർഗത്തിലെ മണവാട്ടിയാണല്ലോ, ഒന്ന് കാണാ പോവുകയാണ്. മിസ്ർ എന്ന രാജ്യത്തേക്ക് കടന്നു ചെല്ലുമ്പോ മിസ്ർ എന്ന രാജ്യത്തേക്ക് കടന്നു ചെല്ലുമ്പോ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. കാരണം ലോകമറിയുന്ന പണ്ഡിതനോ എല്ലാവരും അടുത്തു വന്ന് കാര്യങ്ങൾ തിരക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, മൈമൂന എന്ന പേരുള്ള ഒരു പെണ്ണി നാട്ടിലുണ്ട്, എനിക്ക് അവളെയൊന്ന് കാണണം. ജനങ്ങളെ മുഴുവനും തെരഞ്ഞു നടക്കുകയാ. ആരാട്? മൈമൂന എന്ന പെണ്ണാരാ? ജനങ്ങളെ മുഴുവനും തെരഞ്ഞു നടന്നിട്ട് അവസാനം വന്നിട്ട് പറഞ്ഞു, തങ്ങള് ഈ നാട്ടിൽ മൈമൂന എന്ന് പേരുള്ള 3 പെണ്ണുങ്ങളുണ്ട്. നിങ്ങൾ അന്വേഷിക്കുന്നവർ അവരല്ല, അവർക്ക് അർഹതയില്ല, അവര് മോശമായ രീതിയിൽ ജീവിതം നയിക്കുന്നവരാ. റബിയ പറഞ്ഞു, അല്ല, മൈമൂന എന്ന പേരുള്ള ഒരു പെണ്ണീ നാട്ടിലുണ്ട്. ആ സമയത്തൊരു മനുഷ്യൻ പറഞ്ഞു, തങ്ങള് മൈമൂന എന്ന് പേരുള്ള ഒരു ഭ്രാന്തി പെണ്ണീ നാട്ടിലുണ്ട് തങ്ങള്, അവൾക്ക് ഭ്രാന്താ തങ്ങള്. ഞങ്ങളെല്ലാവരും പാതിരാത്രി ഉറങ്ങിക്കഴിയുമ്പോ ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്നവളോട് ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ വന്നിട്ട് പാട്ടുപാടി ഉപദ്രവിക്കുന്നവളോ. അല്ലാഹുവേ, മഹാനവറുകൾ പറഞ്ഞു, ഞാൻ തേടുന്ന മൈമൂന അവള് തന്നെയാ. അവള് താമസിക്കുന്നത് എവിടെയെന്ന് ചോദിക്കുമ്പോ പകല് മുഴുവനും പർവ്വതത്തിന്റെ മുകൾ തട്ടിലാ തന്റെ സ്വർഗത്തിലെ മണവാട്ടിയെ കാണാ. ആ പ്രിയപ്പെട്ട ഭർത്താവ് മലയുടെ മുകളിലേക്ക് കടന്നു ചെല്ലുമ്പോ ലോകത്ത് ഇതുപോലെ ഒരു പെണ്ണുകാടൽ ചടങ്ങ് നടന്നിട്ടുണ്ടാകില്ല. റബ്ബേ, കണ്ട കാഴ്ച എന്തെന്നറിയുവോ? തന്റെ പ്രിയപ്പെട്ട ഭാര്യ നിസ്കാരത്തിലോ മൈമൂനത്തുൽ മിസ്രിയ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, മാറി നിന്നു. സലാം വീട്ടി കഴിഞ്ഞപ്പോ റബിയ പറഞ്ഞു, അസ്സലാമു അലൈക യാ മൈമൂന. അവിടുന്ന് സലാം പറയുകയാ. മൈമൂന തിരിഞ്ഞു നിന്നിട്ട് വഅലൈക്കുമുസ്സലാം റബിയ. റബി അത്ഭുതത്തോടെ ചോദിക്കുകയോ, ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ കണ്ടിട്ടില്ലല്ലോ, പിന്നെ ഞാനാണെന്ന് ഇങ്ങനെ തിരിച്ചറിഞ്ഞത്? അവിടെ നിന്ന് പറഞ്ഞെനിക്ക് പടച്ചറപ്പ് കാണിച്ചു തന്നു. എന്നെ പെണ്ണ് കാണാമെന്നതല്ലോ, എന്നെ വിവാഹം കഴിക്കാമെന്നതല്ലോ. അതുകൊണ്ട് റബിയ, എനിക്കൊരാഗ്രഹമുണ്ട് റബിയ, എനിക്കൊരാഗ്രഹമുണ്ട് റബിയ. എന്തെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന്
പറയുന്നു, നിങ്ങളുടെ നാവ് കൊണ്ടൊന്ന് ഖുർആൻ ഓതിത്തരുവോ? നിങ്ങളുടെ നാവ് കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനും ഓതിത്തരുവോ? കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് റബിയ, കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് റബിയ. പടച്ചവര് തന്റെ പുതുമണവാളനെ കൊണ്ട് ഖുർആൻ ഓതിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ ഓതാ പറയുകയാ. റബീഅത്ത് ഇബ്നു അസമുണ്ടല്ലോ, പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ ഇന്ന നാസിഅതൽ ലൈലി ഹിയ അശദ്ദു വതഅൻ വഅക്വമു ഖീലാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ ഓതുകയാ. തന്റെ മണവാളൻ ഖുർആൻ ഓതുന്നത് കേട്ടുകൊണ്ട് മൈമൂന ഇരിക്കുകയാ. അവസാനം ഓതിയോതി ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്തെന്ന് ഓതിക്കഴിയുമ്പോ മൈമൂനയുടെ കണ്ണ് നിറയുകയാ. ശരീരം വിറയ്ക്കാൻ തുടങ്ങി, ശരീരം മുഴുവനും വിയർത്തൊലിക്കുകയാണ്. മൈമൂന പറഞ്ഞു, ഒന്നുകൂടെ ഓതുമോ റബിയ? ആയത്തൊന്നുകൂടെ ഓതിത്തരുവോ റബിയ? പടച്ചവനെ അവിടെ നിന്ന് ഓതുകയാ. ഇന്നലദൈനാ അൻകാലം വജഹീമാ وطعاما ذا غصة وعذابا أليما. പടച്ചുറപ്പേ, ഇതങ്ങോട്ട് കേൾക്കേണ്ട താമസമുണ്ടല്ലോ. നരകത്തിന്റെ ചെങ്ങലകളെ കുറിച്ച്, നരകത്തിന്റെ കൊളുത്തുകളെ കുറിച്ച്, നാളെ നരകവാസിയെ വലിച്ചു കൊണ്ടുവരുന്ന രംഗമിങ്ങനെ ഓടുന്ന ആയത്ത്, പറയുന്ന ആയത്തെന്ന് കേൾക്കേണ്ട താമസമുണ്ടല്ലോ. മൈമൂന വീഴുകയാ. സീരിയലിലെ പെണ്ണിന്റെ അഭിനയം കണ്ടിട്ട് ദീപികയുടെ ഫ്രണ്ടിലിരുന്ന് കരയുന്ന ഉമ്മ. മൈമൂനത്തിൽ മിസ്രിയ പിന്നെ എഴുന്നേറ്റില്ല. ആയത്ത് കേട്ട് വീണ മൈമൂന പിന്നെ എഴുന്നേറ്റില്ല. അടുത്ത് ചെന്ന് വിളിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, നെഞ്ചു പൊട്ടികെട്ട് മരിച്ചുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ വാപ്പയും ഉമ്മയും അങ്ങനെയാകണം, വാപ്പയും ഉമ്മയും അങ്ങനെയാകണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, മക്കളെല്ലാം പഠിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾക്കൊന്നും തിരിയുന്നില്ലെന്ന്. നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾ കുഞ്ഞുങ്ങളാ, അവർക്കൊന്നും തിരിയുന്നില്ല എന്ന്. മനുഷ്യൻ നിനക്കാതിരിയാത്തത് നമ്മുടെ മക്കൾക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് സീനാൻ 3 വയസ്സ് കഴിഞ്ഞു, നേഴ്സറി കൊണ്ടുവിട്ടു. ഞാൻ എന്റെ അനുഭവം പറയാം. ഇവനെ നേഴ്സറി കൊണ്ടുവിട്ടു. ഒരു ദിവസം വ്യാഴാഴ്ച വൈകിട്ട് ദുആ ചെയ്യാനിരുന്നപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, മോനെ ആമീൻ പിടിക്കടാ. ആമീൻ പിടിക്കാൻ പറഞ്ഞു. ഇങ്ങനെ ആമീൻ പിടിക്കാൻ പറഞ്ഞപ്പോൾ ഓൻ ഇങ്ങനെ പിടിക്കാം, തൊഴാൻ നിൽക്കണ പോലെ നിൽക്കണം. ഞാൻ ഇവനോട് പറഞ്ഞു, മോനെ ഇങ്ങനെ പിടിക്കടാ, ഇങ്ങനെ ആമി അല്ല വാപ്പ ഇങ്ങനെ. ഇവ എന്നെ പഠിപ്പിക്കാം. അവസാനം എത്ര പറഞ്ഞിട്ട് ഇവൻ കേൾക്കണില്ല. ഞാൻ ചോദിച്ചു, മോനെ ഇത് ആര് പഠിപ്പിച്ചു? അപ്പൊ പറഞ്ഞു, സ്കൂളിൽ നേഴ്സറിയിൽ എല്ലാവരും ഇങ്ങനെ പിടിക്കണേന്ന്. ഞാനിപ്പോ നേഴ്സറി പോലും ഓനെ വിടുന്നില്ല. ഞാനിത് പറഞ്ഞത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലെല്ലാം തറയ്ക്കുന്നുണ്ട്.